Good morning. Today we have another tutorial session. കഴിഞ്ഞ ട്യൂട്ടോറിയൽ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രധാന പ്രോബ്ലംസ് ബേസിക് ഗേറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടിൽ നിന്ന് ബൂളിയൻ എക്സ്പ്രഷൻസ് ഒബ്റ്റെയിൻ ചെയ്യായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ കൂടെ യൂണിവേഴ്സൽ ഗേറ്റും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ഗേറ്റും കൂടെ ഉൾക്കൊള്ളുന്ന ലോജിക് സർക്യൂട്ടിൽ നിന്ന് ബൂളിയൻ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് ചെയ്യുന്നത്. ഇതിൽ നമുക്കിവിടെ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ ഒരു ആൻഡ് ഗേറ്റ്, ഒരു നോർ ഗേറ്റ്, ഒരു നോട്ട് ഗേറ്റ്, ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇപ്പം ഇതിലേക്ക് ഓരോ ഗേറ്റും തരുന്ന ഔട്ട്പുട്ട് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഈ ആൻഡ് ഗേറ്റിന് കിട്ടുന്ന ഇൻപുട്ട് എ ബി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എ ബി എന്നുള്ള ഇൻപുട്ടാണ് കിട്ടുന്നത്. എ ബി എന്നുള്ള രണ്ട് ഇൻപുട്ട് കിട്ടുന്നു. അതൊരു ആൻഡ് ഗേറ്റ് ആണ്, അതുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് എ ബി ആയിരിക്കും. ഇനി ഇവിടെ കിട്ടുന്ന ഇതൊരു നോട്ട് ഗേറ്റ് ആണ്, അപ്പോൾ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് ഡി ബാർ ആയിരിക്കും. ഇനി സി എന്നുള്ള ഇൻപുട്ട് നേരിട്ട് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കിട്ടുന്ന ഇൻപുട്ടുകൾ, ഈ നോറിലേക്ക് കിട്ടുന്ന ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? എ ബി, ഇവിടെ സി, ദെൻ ഡി ബാർ. ഈ മൂന്നുമാണ് നോറിലേക്ക് ഇൻപുട്ടായിട്ട് കിട്ടുന്നത്. നോർ എന്താണെന്ന് നമുക്കറിയാം, ഓർ പ്ലസ് നോട്ടാണ്. അതായത് ഈ മൂന്നെണ്ണത്തിന് നമ്മൾ ഓർ ചെയ്ത് അതിനെ ഒന്നിച്ച് എന്ത് ചെയ്യണം? ഒന്നിച്ച് അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നിച്ച് അതിനെ ബാർ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കും? y is equal to എന്തൊക്കെയാണുള്ളത്? ഒരു ഇൻപുട്ട് എ ബി പ്ലസ് സി പ്ലസ് ഡി ബാർ. ഓക്കെ, ഇനി ഇതിന് ഒന്നിച്ച് ഒരു ബാർ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒന്നുകിൽ ഇതിൻ്റെ റിസൾട്ട് ഈ രൂപത്തിലാണ് ഓപ്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. കാരണം ഇത് ഡി മോർഗൻസ് തിയറം ഉപയോഗിച്ച് നമുക്ക് സിംപ്ലിഫിക്കേഷൻ നടത്താൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത്, ഇപ്പം ഇവിടെ എ ബി പ്ലസ് സി പ്ലസ് ഡി ബാർ. ഇപ്പം ഞാൻ ആദ്യം കൊടുക്കുന്നത് ഇതാണ് ഓൾ
എല്ലാം ഒന്നിച്ച് ഇതിനാണ് ബാർ ഉള്ളത്. അതിൽ ഞാൻ ഡിമോഗൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് എ ബി ബാർ ഇൻറ്റു സി ബാർ ഇൻറ്റു ഡി ബാർ ബാർ. ഒരു ഡിക്ക് 2 ബാർ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഡിക്കുള്ള 2 ബാറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അപ്പോൾ നമ്മളുടെ റിസൾട്ട് ഇറ്റ് ഈസ് എ ബി ഓൾ ബാർ ഇൻറ്റു സി ബാർ ഇൻറ്റു ഡി ആയിരിക്കും. ഇനി ഇവിടെ നോക്കുക, ഇതിൽ എ ബി ബാർ എന്നുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ എ ബി ഓൾ ബാർ ആണ്. അതിന് വീണ്ടും നമുക്കൊരു ഡിമോഗൻസ് തിയറം അപ്ലൈ ചെയ്യാം. എ ബി ഓൾ ബാർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു എ ബാർ ഓർ ബി ബാർ. ബാക്കിയുള്ളതിനും മാറ്റമൊന്നും സംഭവിക്കില്ല. ബാക്കിയുള്ളത് അതേപോലെ നമ്മൾ അവിടെ എഴുതുന്നു. ദാറ്റ് ക്വാണ്ടിറ്റി ഇൻറ്റു സി ബാർ ഇൻറ്റു ഡി. അപ്പോൾ ഇതിൽ ഈ റിസൾട്ട് കിട്ടുന്നതും മനസ്സിലാക്കണം. അതേപോലെ തന്നെ അതിൻ്റെ സിംപ്ലിഫിക്കേഷനും ഈ രൂപത്തിൽ മനസ്സിലാവണം. ഇതിൻ്റെ ഇടയിലുള്ള സ്റ്റെപ്പുകളും നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം കോമ്പറ്റേറ്റീവ് എക്സാംസിന് മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മൾട്ടിപ്പിൾ ഓപ്ഷൻ അതായത് ഒരേ ക്വസ്റ്റ്യന് തന്നെ 1, 2 അതിൽ കൂടുതലോ ആൻസർ കറക്റ്റ് ആവുന്നതുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സർക്യൂട്ടിൻ്റെ കറസ്പോണ്ടിങ് ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ കറസ്പോണ്ടിങ് ബൂളിയൻ എക്സ്പ്രഷൻ ആണ്. ഇത് കറക്റ്റാണ്. ഈ എഴുതിയിരിക്കുന്ന എ ബി ബാർ സി ബാർ ഡി അതും കറക്റ്റാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന എ ബാർ പ്ലസ് ബി ബാർ ഇൻറ്റു സി ബാർ ഇൻറ്റു ഡി ഇതും കറക്റ്റാണ്. അപ്പോൾ ഈ 3 തന്നു കഴിഞ്ഞാലും ഈ 3 കറക്റ്റായിട്ടുള്ള റിസൾട്ടുകളാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 3 ഗേറ്റ് ആണുള്ളത്. ഒരു ഓർ ഗേറ്റ്, ഒരു ആൻഡ് ഗേറ്റ്, ഒരു നാൻഡ് ഗേറ്റ്. ഇവിടെ നമ്മൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആ ഭാഗങ്ങളിലായിട്ട് എഴുതാം. ഇവിടെ ഇൻപുട്ട് ഏതൊക്കെയാണ്? ഇ ആൻഡ് എഫ് ആണ് ഇൻപുട്ട്. ഓർ ഗേറ്റ് ആണ്. എന്ത് ചെയ്യും? ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഇതിൻ്റെ ഔട്ട്പുട്ട് ഇ ഓർ എഫ്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് ഇ ഓർ എഫ് എഴുതി. ഇനി എന്ത് ചെയ്യാം? ഇവിടെ ഒരു ഇൻപുട്ട് ഇ ഓർ എഫ് ആണ്. ഇവിടെ നോക്കുക ജി എച്ച്. ഇത് ആൻഡ് ഗേറ്റ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഔട്ട്പുട്ട് ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ജി എച്ച് ആയിരിക്കും. അപ്പോൾ ഇ ഓർ എഫ് ആൻഡ് ജി എച്ച് ഇതാണ് ഇതിന് കിട്ടുന്ന ഇൻപുട്ട്. അപ്പോൾ ഇവിടെ y ഈക്വൽ ടു എന്തൊക്കെ ഉണ്ടാവും നോക്കാം. ഇറ്റ് ഈസ് അതിന് കിട്ടുന്ന ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ഇ ഓർ എഫ്. ഏത് ഗേറ്റ് ആണ്? നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റിനാണെങ്കിൽ ആൻഡ് ചെയ്യുക, അതിന് പിന്നെ നോട്ട് ചെയ്യുക, ഒന്നിച്ച് ബാർ ചെയ്യുക. അപ്പോൾ ഇ ഓർ എഫ് ജി എച്ച്. ഇനി ഇതിനെ
ഓവറാൾ ഒരു ബാർ. അപ്പം ഇതിൻ്റെ ആൻസറാണ്, അതൊരു കറക്റ്റ് ആൻസറാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ ഇതിന് സിംപ്ലിഫൈ ചെയ്യുന്നു. എന്തുപയോഗിച്ച്? ഡി മോഗൻസ് തിയറം ഉപയോഗിച്ച് നമ്മൾ ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുകയാണ്. സിംപ്ലിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇതിനെ ഒന്നിച്ച് ഇതിലേക്ക് കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും വരുന്നത്? എന്തായിരിക്കും വരിക? ഇ ഓർ എഫ് ഓൾ ബാർ ജി ബാർ, ഇവിടെ ഇ ഓർ എഫ് ഓൾ ബാർ ഉണ്ടാവും, ദെൻ ഓർ, കാരണം ഇത് ആൻഡിൻ്റെ ബാറാണ്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് കാരണം നമുക്ക് അറിയാം, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സൈഡിൽ എഴുതാം, ഇഫ് എ ബി സി ഡി ഓൾ ബാർ എന്നുള്ള ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഡി മോഗൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ബാർ ഓർ ബി ബാർ ഓർ സി ബാർ ഓർ ഡി ബാർ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇവിടെ ഇതൊരു ബ്രാക്കറ്റ് ടേമിനെ ഒന്നിച്ച് നമ്മൾ ഒന്നായിട്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ, അതായത് ഇ ഓർ എഫ് എന്നുള്ള ക്വാണ്ടിറ്റിക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു ടേം, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജി എച്ചും അതിൻ്റെ കൂടെ ഒരു പി എന്നുള്ള ക്വാണ്ടിറ്റി, പി ജി എച്ച് അതിൻ്റെ ഓൾ ബാർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക? ഇറ്റ് ഈസ് പി ബാർ ഓർ ജി ബാർ ഓർ എച്ച് ബാർ. ഇനി ഇതിൽ ഹിയർ പി ഈസ് ഈക്വൽ ടു, പിക്ക് പകരം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിട്ട് അസ്യൂം ചെയ്യുക? ഇ പ്ലസ് എഫ് ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ഇ എഫ് ആണെങ്കിൽ പി ബാർ ഈസ് ഈക്വൽ ടു ഇ ഓർ എഫ് ഓൾ ബാർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് ഇ ഓർ എഫ് ഓൾ ബാർ ഇൻറ്റു, ബ്രാക്കറ്റ് വേണമെങ്കിൽ കൊടുക്കാം, ഇൻറ്റു ആണോ? അല്ല, ഇറ്റ് ഈസ് ഓർ ഇ ഓർ എഫ് ഓൾ ബാർ ഓർ ജി ബാർ ഓർ എച്ച് ബാർ. ഇനി ഇവിടെ വീണ്ടും എന്ത് ചെയ്യണം? ഈ ഇ ഓർ എഫ് ബാറിന് വീണ്ടും എന്ത് കൊടുക്കണം? ഡി മോഗൻസ് തിയറം കൊടുക്കണം. അതിന് വീണ്ടും ഡി മോഗൻസ് തിയറം കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഇ ബാർ ആൻഡ് എഫ് ബാർ ഓർ ജി ബാർ ഓർ എച്ച് ബാർ. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ കിട്ടുന്നത് അറിഞ്ഞിരിക്കണം, അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഫൈനൽ കിട്ടുന്നതും അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്ത് നോക്കുക. ഡൗട്ട് മാറിയിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഗർ നോക്കാം. 2 ഗേറ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഒരു നാൻഡ് ഗേറ്റും ഒരു നോർ ഗേറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഔട്ട്പുട്ട് എഴുതി നോക്കാം. ഈ
നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എയും ബിയും ആണ്, തരുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു എ ബി ഓൾ ബാർ ആയിരിക്കും അല്ലേ? എ ബി ഓൾ ബാർ ആയിരിക്കും. ഇനി ഇതിന് കിട്ടുന്ന ഒരു ഇൻപുട്ട് എ ബി ഓൾ ബാറും രണ്ടാമത്തത് സിയു ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? y ഈക്വൽ ടു എന്തായിരിക്കും? എ ബി ബാർ, രണ്ട് ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? എ ബി ബാർ ഓർ സി. അപ്പോൾ ഇത് ഓർ ആണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും. പക്ഷേ ഇത് നോറാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഓർ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും ഒരു കോംപ്ലിമെൻ്റ് ചെയ്യണം. അപ്പോൾ അത് നോർ ഓപ്പറേഷനായി. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y നമുക്ക് കിട്ടിയത് y ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? ഇറ്റ് ഈസ് ഈക്വൽ ടു എ ബി ബാർ ഓർ സി ഓൾ ബാർ. അപ്പോൾ ഇതതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസറാണ്. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ വീണ്ടും നമ്മൾ ഡി മോഗൻസ് തിയറം അപ്ലൈ ചെയ്ത് ഇതിന് സിംപ്ലിഫിക്കേഷൻ നടത്തണം. സിംപ്ലിഫിക്കേഷൻ നോക്കാം. ഇറ്റ് ഈസ് ആദ്യം എന്ത് ചെയ്യണം? എ ബി ബാർ ബാർ, കാരണം ഓൾറെഡി ഒരു ബാർ ഉണ്ട്. പിന്നെ ആദ്യത്തെ ഇത് ഒമിറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ബാർ, ദെൻ ദാറ്റ് ഇൻറ്റു, ഇവിടെ പ്ലസ് ആണ്, അപ്പോൾ അത് ഇൻറ്റു ആയിട്ട് ആൻഡ് ആയിട്ട് മാറി, ഓർ ആൻഡ് ആയിട്ട് മാറി, ആൻഡ് സി ബാർ. ഇനി ഇവിടെ ഇതെന്ത് ചെയ്യും? ഡബിൾ ബാറാണ്, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ഡി മോഗൻസ് തിയറം അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു എ ബി സി ബാർ. എ ബി സി ബാർ. നമുക്ക് കിട്ടിയ ഉത്തരം എ ബി സി ബാർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: 4 ഗേറ്റുകൾ, നാൻഡ്, നോട്ട്, ഓർ, ആൻഡ്. ഗേറ്റുകൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴേ നിങ്ങൾക്ക് ഫൈനൽ ഔട്ട്പുട്ട് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. വരയ്ക്കുന്നതാണെങ്കിൽ നേരെ തിരിച്ച്, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അത് നമ്മൾ അടുത്ത ട്യൂട്ടോറിയലിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എയും ബിയും ആണ് ഇവിടുത്തെ ഇൻപുട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടുത്തെ ഇവിടെ നമ്മൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു എ ബി ബാർ, ഇവിടെ വരുന്നത് സി ബാർ. ഇനി ഇതിന് ഔട്ട്പുട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടായി, ഇതിൻ്റെ ഔട്ട്പുട്ടായി. ദെൻ ഈ ഓർ ഗേറ്റ് ഇതിന് എന്ത് ചെയ്യും? എ ബി ബാർ ഓർ സി ബാർ. ഇനി ഇവിടെ ഒരു ഡി എന്നുള്ള ഇൻപുട്ട് ഇവിടെ കിട്ടുന്നുണ്ട്, ഇ എന്നുള്ള ഇൻപുട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ദെൻ വൈ എന്നുള്ള ഔട്ട്പുട്ട് ഇവിടെ എന്തായിരിക്കും? ഏതൊക്കെയാണ് ഇൻപുട്ട്? ഒന്ന്, ആൻഡിങ് പ്രോസസ്സാണ് നടക്കുന്നത്, അതുകൊണ്ട് എ ബി ഓൾ ബാർ ഓർ സി ബാർ. ആൻഡ് ആയതുകൊണ്ട് ഇവിടെ ഇതിനൊരു ബ്രാക്കറ്റ് ഇട്ടു.
ഇനി ബാക്കിയുള്ളത് ഡി ആൻഡ് ഇ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്നും കൂടെ റെഡ്യൂസ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇറ്റ് ഈസ് ഈക്വൽ ടു നോക്കാം എങ്ങനെ എഴുതാം. ഇവിടെ എ ബി ബാറിനെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഡിമോഗൻസ് തിയറം അപ്ലൈ ചെയ്യാം. എ ബി ബാറിന് ഡിമോഗൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? എ ബാർ ഓർ ബി ബാർ. ഇത്രയാണ് ഡിമോഗൻസ് തിയറം അപ്ലൈ ചെയ്യാനുള്ളത്. ഒരു സി ബാർ ഓൾറെഡി അവിടെ ഉണ്ട്. ദെൻ അതിനെ ഒന്നിച്ചൊരു ബ്രാക്കറ്റിൽ ഇട്ടു. ദെൻ എ ബാർ ഓർ ബി ബാർ ഓർ സി ബാർ ഡി. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കാം. ഈ ആൻഡ് ഗേറ്റിന് രണ്ട് ഇൻപുട്ടാണ്. എയും ബിയും ആണ് ഇൻപുട്ട്. ഔട്ട്പുട്ട് എ ബി ആയിരിക്കും. ഇനി ഈ നോട്ട് ഗേറ്റിന് കിട്ടുന്ന ഇൻപുട്ട് സി ആണ്. അപ്പം നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സി ബാർ ആയിരിക്കും. അടുത്തത് ഇത് കിട്ടുന്നത് ഈ നോർ ഗേറ്റിനാണ്. നോർ ഗേറ്റ് ആണെങ്കിൽ ഓറ് അത് കഴിഞ്ഞിട്ട് നോട്ട് ചെയ്യുക. ഓർ ഗേറ്റിലേക്ക് കിട്ടുകയാണെങ്കിൽ എ ബി ഓർ സി ബാർ. ഇവിടെ നോറാണ്, അതുകൊണ്ട് അതിന് ശേഷം ഇതിനെ നെഗേറ്റ് ചെയ്യാം, ഇതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പം അത് ഇതിൻ്റെ ഒരു ഇൻപുട്ടാണ്. ഇനി ഇതിൻ്റെ അടുത്ത ഇൻപുട്ട് ഏതാണെന്ന് നോക്കാം. ഇവിടുത്തെ വേറൊരു ഇൻപുട്ട് ബി എന്നുള്ളൊരു ഇൻപുട്ട് ഉണ്ട്. അതുകൂടാതെ അടുത്തൊരു ഇൻപുട്ട് സി എന്നുള്ളൊരു ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻപുട്ട് എ ബി ഓർ സി ബാർ ഓൾ ബാർ ഒരു ഇൻപുട്ടാണ്. അതുകൂടാതെ ബിയും സിയും ഒരു ഇൻപുട്ടാണ്. ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന ഇതിലേക്കാണ്, ആൻഡിലേക്കാണ്. ഇതെല്ലാം കൂടെ ആൻഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും കിട്ടുക? നേരിട്ട് ഒന്നും ചെയ്യേണ്ട, ആൻഡ് ചെയ്താൽ നേരെ പ്രൊഡക്റ്റ് കാണുന്നു. ദാറ്റ് ഈസ് എ ബി ഓർ സി ബാർ ഓൾ ബാർ. വേണമെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടാം, ഇൻറ്റു ബി ആൻഡ് സി. ഇതതിൻ്റെ ഉത്തരമാണ്. ഇനി നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, റെഡ്യൂസ് ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡിമോഗൻസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഡിമോഗൻസ് തിയറം ഉള്ളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ എ ബി ഓൾ ബാർ ഓർ സി ഡബിൾ ബാർ ഇൻറ്റു ബി സി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സി ഡബിൾ ബാർ സി ആയിട്ട് മാറും. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ എന്തുണ്ട്? എ ബി ഓൾ ബാർ. അതിന് ഡിമോഗൻസ് തിയറം വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ
ഇവിടെ നോക്കുക, ഇവിടെ കാരണം ഇവിടെ എന്താണ് ഇവിടെ ഉള്ളത് നോക്കുക, ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഓൾറെഡി അവിടെ ഓർ ഗേറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഓർ ഗേറ്റ് അവിടെ ഉള്ളത് കൊണ്ട് ഡിമോഗൻസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആൻഡ് ഗേറ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നോക്കുക, ഇതിന് മാത്രം, അതായത് എ ബി ഓൾ ബാറിൽ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് എ ബാർ ഓർ ബി ബാർ. കാരണം ഇപ്പോൾ ഈ സമയത്ത് എ ബി ഓൾ ബാർ ഇൻറ്റു സി ഡബിൾ ബാർ ഉണ്ട്, ഇൻറ്റു ബി സി ഉണ്ട്. സി ഡബിൾ ബാർ അത് സി ആയിട്ട് മാറും. പിന്നെ ബാക്കി ഇവിടെ ഉള്ളത് സി ബി സി ആണ്. സി കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് കിട്ടുന്നത്, സി ആൻഡ് സി തന്നെയാണ്. ഇപ്പം ഈ എഴുതിയതിനെ നമുക്ക് എ ബാർ ഓർ ബി ബാർ എന്ത് എഴുതാം, ബി സി മാത്രമായിട്ട് എഴുതാം. കാരണം എന്താണ്, സി എന്ത് തന്നെയാണ്, സിക്ക് ഈക്വൽ തന്നെയാണ്. സി ആൻഡ് സി ഈക്വൽ ടു സി ആണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തൊക്കെ വരും, എ ബാർ ബി സി പ്ലസ് ബി ബാർ ബി സി. ബി ബാർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബി ബാർ ബി ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആ ടേം ക്യാൻസൽ ചെയ്ത് പോയി. എന്ത് മാത്രമാണുള്ളത്, ഇറ്റ് ഈസ് എ ബാർ ബി സി. അപ്പോൾ ഫൈനൽ ആൻസർ എ ബാർ ബി സി എന്ന് മാത്രമാണ് ഫൈനൽ ആൻസർ ഉള്ളത്. ഫൈനൽ കറക്റ്റ് ആൻസർ എന്തായിരിക്കും, എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു എ ബാർ ബി സി. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോട്ട് ഗേറ്റ്. ഈ ഗേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് നോർ ഗേറ്റ് ആണ്. അതിൻ്റെ ഒരു ഇൻപുട്ട് ബബിൾ ചെയ്തിട്ടുണ്ട്. ബബിൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തീരുമാനിച്ചാൽ മതി, വൈ എന്നുള്ള ഇൻപുട്ട് ഇവിടെ എത്തുന്നത് വൈ ബാർ ആയിട്ടാണ് ഇവിടേക്ക് കിട്ടുന്നത്. അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടേക്ക് എക്സ് എന്നുള്ള ഇൻപുട്ട് കിട്ടുന്നത് ഇവിടെ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, എക്സ് ബാർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇവിടെ ഒരു ഇൻപുട്ട് കിട്ടുന്നത് എക്സും രണ്ടാമത്തെ ഇൻപുട്ട് കിട്ടുന്നത് വൈ ബാറുമാണ്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്താന്ന് നോക്കാം. ഒരു ഇൻപുട്ട് എക്സ്, രണ്ടാമത്തെ ഇൻപുട്ട് വൈ ബാർ ആണ്. ഓക്കെ, വൈ ബാർ. ഇനി അത് എന്താണ് ഇവിടെ ചെയ്യുന്നത്, നോറാണ് ചെയ്യുന്നത്. നോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓർ ചെയ്യുക, അതിനുശേഷം നെഗേറ്റ് ചെയ്യുക, അതിനുശേഷം നെഗേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ എക്സ് ഓർ വൈ ബാർ ഓൾ ബാർ അത് കിട്ടുന്നത് അടുത്ത നോറിലേക്കാണ് വരുന്നത്. ഇവിടെ ഒരു എക്സ് ബാർ ഉണ്ട്, ഈ രണ്ടും കൂടെ അടുത്ത നോറിലേക്ക് വരുന്നു. അവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താന്ന് നോക്കാം. അവിടെ എന്തൊക്കെയാണ് കിട്ടുക, ഇവിടെ രണ്ട് ഇൻപുട്ട് ഉണ്ട്. ആദ്യത്തേത് എക്സ് ബാർ,
രണ്ടാമത്തെ ഇൻപുട്ട് ഏതാണ്? രണ്ടാമത്തെ ഇൻപുട്ട് ഇറ്റ് ഈസ് എക്സ് ഓർ വൈ ബാർ. അതിൻ്റെ ബാറ് ഇനി അതെന്ത് ചെയ്യണം? ഇതുമായിട്ട് ഓർ ചെയ്യണം. അതിന് ഒന്നിച്ചൊരു ബാർ കൊടുക്കണം. ഓക്കെ, അതൊന്നും കൂടെ കറക്റ്റായിട്ട് ഈ ഭാഗത്തൊന്നും താഴെ ഒന്നും കൂടെ എഴുതാം. എന്തൊക്കെയായിരുന്നു? ഓൾറെഡി അവിടെയുള്ള എക്സ് ബാർ. ഇനി ഇവിടുത്തെ താഴത്തുള്ള ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓർ വൈ ബാർ. ഇതിൻ്റെ ഓൾറെഡി ഈ സെക്കൻഡ് ഇൻപുട്ടിൻ്റെ ഓൾറെഡി ഉള്ളൊരു ബാറ്. ഇനി നോർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഒരു പ്ലസ്. ഇനി ഇതിൻ്റെ ഒന്നിച്ചുള്ള ഒരു ബാർ. ഓക്കെ, ഇത്രയാണ് ചെയ്യേണ്ടത്. ഒന്നുകിൽ ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതിനെ വീണ്ടും നമുക്കൊരു സിംപ്ലിഫിക്കേഷൻ നടത്താം. ഇതിന് സിംപ്ലിഫിക്കേഷൻ നടത്തുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഡി മോഗൻസ് തിയറം അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായിട്ട് മാറും? ഇത് ഒരു സ്റ്റെപ്പ് ചുരുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അല്ലെങ്കിൽ എഴുതാം. എങ്ങനെ എഴുതാം? എക്സ് ബാർ ഒരു ബാറും കൂടെ, അതായത് ഈ ഒരു ബാർ ഓൾറെഡി ഉണ്ട്, ഈ ഒരു ബാർ ഇൻറ്റു പ്ലസ്, അതായത് ഓർ എന്തായിട്ട് മാറും? ആൻഡ് ആയിട്ട് മാറും. ഇനി ഇതിന് ഇവിടെ ഒരു ഓൾറെഡി ഒരു ബാർ ഉണ്ട്, ഇവിടെ ഒരു ബാർ, ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ടേം മാത്രം. ഈ ടേം ഓൾറെഡി എങ്ങനെയാണുള്ളത്? ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓർ വൈ ബാർ. എക്സ് ഡബിൾ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് തന്നെയാണ്. എക്സ് ആൻഡ് എക്സ് ഓർ വൈ ബാർ. മൾട്ടിപ്ലിക്കേഷൻ നടത്തി നോക്കാം. ഇറ്റ് ഈസ് അത് ഡിസ്ട്രിബ്യൂഷൻ ലോ അപ്ലൈ ചെയ്യാണ്. എക്സ് എക്സ് പ്ലസ് എക്സ് വൈ ബാർ. എക്സ് എക്സ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓൺലി പ്ലസ് എക്സ് വൈ ബാർ. ഓക്കെ അല്ലേ? എക്സ് ഓർ എക്സ് വൈ ബാർ. എക്സിനെ നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം. എക്സ് ഇൻറ്റു 1 plus y bar. So 1 plus y bar is equal to x. Then the output is simply എന്ത് മാത്രമേ ഉള്ളൂ? ലാസ്റ്റ് കിട്ടുന്ന ഔട്ട്പുട്ട്, ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എക്സ് മാത്രമാണ്. Then this is the result. Okay. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ആദ്യത്തെ ഗേറ്റിൽ നോട്ട് ഗേറ്റ്, അതുകൊണ്ട് ഇവിടെ വരുന്ന ഔട്ട്പുട്ട് ബി ബാർ ആയിരിക്കും. ബി ബാറും എയും ആണ് ഈ നോർ ഗേറ്റിന് കിട്ടുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ഓർ ബി ബാർ ഓൾ ബാർ. ഇനി ഇവിടേക്ക് കിട്ടുന്ന ഒരു ഇൻപുട്ട് ബി ആണ്, ഒരു ഇൻപുട്ട് ബി ആണ്, ഒരു ഇൻപുട്ട് എ ഓർ ബി ബാർ ഓൾ ബാർ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ളതാണ് ഒരു ഇൻപുട്ട്. ഓക്കെ, രണ്ടാമത്തെ ഇൻപുട്ട് എ ഓർ ബി ബാർ ഓൾ ബാർ ആണ് അടുത്ത ഇൻപുട്ട്. അപ്പോൾ ഇതിന് രണ്ടിനെ എന്ത് ചെയ്തു? ആൻഡ് ചെയ്തു.
NAND ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബാറും കൂടെ കൊടുക്കണം. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട്. X is equal to B and A or B bar all bar, അതിൻ്റെ ഓൾ ബാർ. ഓക്കെ, ഇനി ഇതിൽ എന്ത് ചെയ്യാം? ഡി മോഗൻസ് തിയറം അപ്ലൈ ചെയ്യാം. ഡി മോഗൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഇവിടെയാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ആൻഡ് എന്തായിട്ട് മാറും? OR ആയിട്ട് മാറും. ദെൻ ബി ബാർ ഓർ, ഇനി നോക്കുക ഇവിടെ ഇത് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ബാറും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അടുത്ത ടേം എന്ത് മാത്രമാവും? ഇറ്റ് ഈസ് എ ഓർ ബി ബാർ. ടേമുകൾ നോക്കുക, ബി ബാർ ഓർ എ ഓർ ബി ബാർ. എന്ത് മാത്രം എഴുതിയാൽ മതി? ബി ബാറും ബി ബാറും ഓർ ചെയ്ത് കഴിഞ്ഞാൽ ബി ബാർ ഓൾറെഡി ഉണ്ടായിരിക്കും. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു ബി ബാർ or A. It is the last answer. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓരോന്നിൻ്റെ ആയിട്ട് ചെയ്യുന്ന പോലെ ഔട്ട്പുട്ട് നമുക്ക് എഴുതി നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് എ ഓർ എ ബാർ ഓൾ ബാർ. ഇൻപുട്ട് എയും എ ബാറും ആണ്, അത് നോർ ഗേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും. ഇനി ഇവിടെ കിട്ടുന്നത് എയും ബി ബാറും ആണ്, ആൻഡ് ഗേറ്റ് ആണ് എ ബി ബാർ. ഇവിടെ എയും ബിയും ആണ്, ആൻഡ് ഗേറ്റ് ആണ്, ദെൻ എ ബി. ഇനി നോക്കുക, ഇവിടെ ഈ കിട്ടുന്ന ഇൻപുട്ടിനെ, ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ടിനെ എ ഓർ എ ബാർ ഓൾ ബാർ എന്നുള്ള ഔട്ട്പുട്ടിനെ വീണ്ടും ഇവിടെ നെഗേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? അതിങ്ങനെ എഴുതാം. ഇവിടുത്തെ ഇൻപുട്ട് എ ഓർ എ ബാർ, ഇതാണ് ഈ ക്വാണ്ടിറ്റി. ഇനി അതിനെ ഒന്നുകൂടെ നെഗേറ്റ് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? പിന്നെ അവിടെ ഉള്ളത് എ ഓർ എ ബാർ മാത്രമായിട്ട് നമുക്ക് കാണിക്കാം. നമുക്ക് ഇതിനെ ഒന്നിച്ച് കളയാം. ഓക്കെ, എ ഓർ എ ബാർ എന്നുള്ള ക്വാണ്ടിറ്റി മാത്രമാണ് അവിടെ ഇനിയുള്ളത്. ഇനി അതിലേക്കുള്ള അടുത്ത ഇൻപുട്ട് എ ബി ബാർ ആണ്. ഒരു ഇൻപുട്ട് ഇതാണ്, ഒരു ഇൻപുട്ട് എ ബി ബാർ ആണ്. അത് ആൻഡ് ആണ് ചെയ്യുന്നത്. ആൻഡ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ടാണ് ഇവിടെ എഴുതുന്നത്, എ ഓർ എ ബാർ. അതിൻ്റെ കൂടെ ഏതാണ് ഇൻപുട്ട് ഉള്ളത്? എ ബി ബാർ, എ ബി ബാർ. ഇനി ഇവിടെ നോക്കാം, എ ബി ഉണ്ട്. ഈ ഒരു സർക്യൂട്ട് എന്തിനെ കാണിക്കുന്നു? നോക്കുക, സർക്യൂട്ട് നോക്കുക. അതായത് നമ്മൾ പറയുന്നത് ഈ ഒരു സർക്യൂട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു നോർ ഗേറ്റിൻ്റെ രണ്ട് ഇൻപുട്ടും കണക്ട് ചെയ്ത് കോമൺ ആക്കി അതിന് ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു നോട്ട് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അറിയാലോ? അപ്പോൾ ഒരു നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ എ ബി എന്നുള്ള ഇൻപുട്ടിനെ എന്തായിട്ട് മാറ്റും? അത് ഒരു
എ ബി ബാർ എന്നുള്ള അത് നേരെ നെഗേറ്റ് ചെയ്യും, നോട്ട് ഗേറ്റ് നേരെ നെഗേറ്റ് ചെയ്യും. ഇനി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നോക്കാം. ഔട്ട്പുട്ട് എന്തൊക്കെയാണ്? y is equal to ഇതൊരു ഇൻപുട്ടാണ്, ഇതൊരു ഇൻപുട്ടാണ്, അതിന് ഓർ ആണ് ചെയ്യുന്നത്. ഓർ ചെയ്യാറുണ്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ എ ഓർ എ ബാർ എ ബി ബാർ ഓർ എ ബി ഓൾ ബാർ ആൻഡ് ആണ് ചെയ്തിട്ടുള്ളത്. അതിനെ റെഡ്യൂസ് ചെയ്യാം. റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കുക, ആദ്യം ഡിസ്ട്രിബ്യൂഷൻ ലോ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എ ഓർ എ ബാർ, എ ഓർ എ ബാർ എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി ഇവിടെ എ ബി ബാർ എന്നുള്ള ക്വാണ്ടിറ്റി പ്ലസ് ഇത് നോക്കുക, എ ബി ഓൾ ബാർ എന്നുള്ളതിന് ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എ ബാർ ഓർ ബി ബാർ, എ ബാർ ഓർ ബി ബാർ. ഇനി നോക്കുക, ഇതിനൊന്ന് റെഡ്യൂസ് ചെയ്യാം. അപ്പം ഇതിൽ ഏതൊക്കെയാണുള്ളത്? 1 ഇൻറ്റു എ ബി ബാർ തന്നെയാണ്. എ ബി ബാർ ഓർ എ ബാർ ഓർ ബി ബാർ. ഈ ടേമും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ബി ബാറിനെ ഔട്ട്സൈഡ് എടുക്കാം. ബി ബാർ ഇൻറ്റു എങ്ങനെ എഴുതാം? ബി ബാർ ഇൻറ്റു എ പ്ലസ് 1. ഇതിന് രണ്ടിനെയും കമ്പൈൻ ചെയ്ത് എഴുതിയതാണ്. പ്ലസ് എ ബാർ, എ പ്ലസ് 1 ആണ്. then it is equal to b bar or a bar. That is the answer. ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കാം, ബി എന്നുള്ള ഇൻപുട്ടിൽ നിന്ന് നെഗേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ബി എന്നുള്ള ഇൻപുട്ടിനെ നേരിട്ട് ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടേക്ക് കിട്ടുന്ന ഇൻപുട്ട് ബി തന്നെയാണ്. ഇനി ആ ബി എന്നുള്ള ഇൻപുട്ടിനെ തന്നെ ഇവിടേക്കും കൊടുത്തിട്ടുണ്ട്. ഇതും ബി തന്നെയാണ്. പക്ഷേ ഇവിടേക്ക് വരുന്ന ഇൻപുട്ട് എന്തായിരിക്കും? ബി ബാർ ആയിരിക്കും. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ട് ബി ബാർ ആണ്. ഇവിടെ എ ആണ്, ഇവിടുത്തെ ഒരു ഇൻപുട്ട് സി ആണ്. ഇനി ആദ്യത്തെ ഗേറ്റ്, ഈ ഗേറ്റ് നോക്കാം. ഈ ഓർ ഗേറ്റിൽ എ ബി ബാർ ഓർ ഗേറ്റിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? എ ഓർ ബി ബാർ. ഇവിടുത്തെ നോക്കാം, ഓർ ഗേറ്റ് തന്നെയാണ്. ഈസ് ബി ഓർ സി. ഇത് രണ്ടും ഇതിലേക്ക് ആൻഡ് ഗേറ്റിലേക്ക് ഇൻപുട്ടായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈസ് എ ഓർ ബി ബാർ ആൻഡ് ബി ഓർ സി. ഇനി അതിൻ്റെ കൂടെ അതിലെ അടുത്ത ഇൻപുട്ട് വരുന്നത് ബി ആണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഔട്ട്പുട്ട് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ആൻഡ് ഗേറ്റ് ആണ്. നേരെ ഇതിനെ ബി യു ആയിട്ട് ആൻഡ് ചെയ്താൽ മതി. ദെൻ എ ഓർ ബി ബാർ
ബി ഓർ സി ബി. ഇനി അതിനെ റെഡ്യൂസ് ചെയ്ത് നോക്കാം. ഇതൊരു കറക്റ്റ് ആൻസർ ആണ്. ഇനി ഇതിന് സിംപ്ലിഫിക്കേഷൻ നടത്തണം. അപ്പം ആദ്യം ബീനെ ഇതുമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തുകയാണ്. ഓക്കെ, നമുക്ക് ബി ഇതുമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ ആൻഡിങ് പ്രോസസ്സ് നടത്തി കഴിഞ്ഞാൽ എ ബി ഓർ ബി ബി ബാർ. ബി ബി ബാർ എപ്പോഴും എന്തായിരിക്കും? ഒന്നും അതിൻ്റെ കോംപ്ലിമെൻറ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ 0 ആയിരിക്കും. അപ്പം നമുക്ക് ആ ടേം 0 ആയിരിക്കും. ഇനി ഇപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം? അതിൻ്റെ കൂടെ ഉള്ളത് ബി ഓർ സി ആണ്. അടുത്ത സ്റ്റെപ്പിൽ അപ്പോൾ ഇത് 0 ആയതുകൊണ്ട് അതിനെ ഒമിറ്റ് ചെയ്യാം. അടുത്തത് എന്ത് ചെയ്തു? എ ബി എന്നുള്ളതിനെ ബി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എ ബി ബി പ്ലസ് എ ബി ബി പ്ലസ് എ ബി സി. ഇനി നോക്കാം, എ ബി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ ഈസ് ഈക്വൽ ടു എ ബി തന്നെയാണ്. ബി ഇൻറ്റു ബി ബി തന്നെയാണ്. എ ബി സി ഇതിനെങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു, റെഡ്യൂസ് ചെയ്താൽ എ ബിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡിലെടുക്കുക. എ ബി ഇൻറ്റു 1 പ്ലസ് സി. 1 പ്ലസ് സി എന്താണ്? 1 പ്ലസ് സി ഈസ് ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് ലാസ്റ്റ് ആൻസർ ഓൺലി ഈസ് ഈക്വൽ ടു എ ബി. ഓക്കെ, അടുത്തത് ഇതിലെ എല്ലാ ഗേറ്റും ഏത് ഗേറ്റാണ്? നാൻഡ് ഗേറ്റ് ആണ്. ഔട്ട്പുട്ട് എഴുതി നോക്കാം. എ ബി ഓൾ ബാർ. ഇവിടെ ഡി ഇ ഓൾ ബാർ. ഡി ഇ ഓൾ ബാർ. ഇവിടെ സി എന്നുള്ള ഇൻപുട്ട്, ഇതിനും സി എന്നുള്ള ഇൻപുട്ട് ഉണ്ട്, ഇതിനും സി എന്നുള്ള ഇൻപുട്ട് ഉണ്ട്. ഇത് വീണ്ടും നാൻഡ് ഗേറ്റ് ആണ്. എന്ത് വരും? എ ബി ബാർ സി. അതിനെയാണ് പിന്നെയും കോംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എ ബി ബാർ അതിന് സി ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തി. ഓക്കെ, ഇവിടെ സി ഡി ഇ ബാർ അതിന് വീണ്ടും ഇതാണ്. ഇനി ഇത് രണ്ട് ഇൻപുട്ട് ഇവിടേക്ക് കിട്ടുന്നു, അതിന് വീണ്ടും കോംപ്ലിമെൻ്റ് ചെയ്യാണ്. നോക്കാം, എ ബി ബാർ ഇൻറ്റു സി ഓൾ ബാർ and C D E bar whole bar
ഓക്കെ, ഇനി ഇതിനൊന്നിച്ചൊരു ബാർ. ഇത്രയാണ് വരുന്നത്. ഇതാണ് എഫ് എന്ന ഔട്ട്പുട്ട്. ഇതിനെ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. അപ്പം ആദ്യം നമ്മൾ ഇവിടെയാണ് ഡി മോഗൻസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും, ഓറായിട്ട് മാറും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. നമുക്ക് കിട്ടുന്നത് എ ബി ബാർ സി, ഇവിടെ ഇതിനൊരു ബാർ ഉണ്ടായിരിക്കും, വീണ്ടും ഒരു ബാർ ഉണ്ടാവും, പ്ലസ് സി ഡി ഇ, ആദ്യം ഒരു ബാറ്, വീണ്ടും ഇതിന് ഇവിടെയും 2 ബാർ. ഈ 2 ബാറുള്ളത് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഡബിൾ ബാറുള്ളത് പോവും. ബാക്കിയുള്ള ക്വാണ്ടിറ്റികളിൽ എ ബി ബാർ സി ഓർ സി ഡി ഇ ബാർ. ഇനി ഇതിൽ വീണ്ടും എന്ത് അപ്ലൈ ചെയ്യാം, ഇതിൽ വീണ്ടും നമുക്ക് ഡി മോഗൻസ് തിയറം അപ്ലൈ ചെയ്യാം. ഇറ്റ് ഈസ് എ ബാർ ഓർ ബി ബാർ സി ഓർ സി ഡി ബാർ ഇ ബാർ. ഇനി നോക്കാം, ഇവിടെ 2 ടേം സി ആൻഡ് എ ഓർ ബി ബാർ, ഇവിടെയും സി ആൻഡ് ഡി ബാർ ഓർ ഇ ബാർ. നമുക്ക് എങ്ങനെ എഴുതാം, സി ആൻഡ് എ ബാർ ഓർ ബി ബാർ ഓർ ഡി ബാർ ഓർ ഇ ബാർ. ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ ആണ്. അല്ലെങ്കിൽ ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എഴുതാം. കാരണം ഈ ഒരു എ ബാർ ബി ബാർ ഡി ബാർ ഇ ബാർ, എ ബാർ ബി ബാർ ഡി ബാർ ഇ ബാർ എല്ലാം ഓർ ചെയ്തിരിക്കുന്ന ഒരു റിസൾട്ട് എപ്പോൾ കിട്ടാം, ഇതെല്ലാം ഞാൻ എഴുതാം, ഇപ്പോൾ ക്ലിയർ ആയിരിക്കും. സി ഇൻറ്റു എ ബി ഡി ഇ, ഇതിൻ്റെ ഓൾ ബാർ ആണെങ്കിൽ എന്താ സംഭവിക്കുക, എ ബാർ ഓർ ബി ബാർ ഓർ ഡി ബാർ ഓർ ഇ ബാർ. ഓക്കെ, അപ്പം ഇതിനെ സി ഇൻറ്റു എ ബി ഡി ഇ ഓൾ ബാർ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പം ഇത് വരാൻ പറ്റുന്നതാണ്. ഇതിന് ഈക്വലൻ്റ് ആണ്, ഈ സർക്യൂട്ടിന് ഈക്വലൻ്റ് ആണ്. ഇതും ഈ സർക്യൂട്ടിന് ഈക്വലൻ്റ് ആണ്. അതേപോലെ ഈ എഴുതിയതും ഈ സർക്യൂട്ടിന് ഈക്വലൻ്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ ഇതാണ്. ഫൈൻഡ് ബൂളിയൻ
expressions for v comma w comma x comma y and z. ഒറ്റ ക്വസ്റ്റ്യൻ തന്നെയാണ് വി ഡബ്ല്യു എക്സ് വൈ സെഡ്. കാരണം വി ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ വി ഡബ്ല്യു എക്സ് വൈ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്താലേ സെഡ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഓരോ വി എന്താണ്, ഡബ്ല്യു എന്താണ്, എക്സ് എന്താണ്, വൈ എന്താണ്, സെഡ് എന്താണ്, ഓരോ കേസിലും അതിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്തിട്ട് എഴുതാൻ വേണം. വീഡിയോ കണ്ട് സോൾവ് ചെയ്യാൻ പഠിച്ച് ഈ പ്രോബ്ലം ചെയ്ത് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ട് ഈ പ്രോബ്ലം മാത്രം സബ്മിറ്റ് ചെയ്യുക. അസൈൻമെൻ്റ് ആയിട്ട് അസൈൻമെൻറ്റിൻ്റെ ലിങ്ക് LMS കൊടുക്കുക.